നഷ്ടങ്ങളിലേക്കാണ് പ്രവാചകർ ജനിച്ചു വീണത്. ഉപ്പയില്ലാത്ത ലോകത്തേക്ക് പിറക്കാൻ വിധിക്കപ്പെട്ടവർ. 6-ാം വയസ്സിൽ അബവാഇന്റെ തെരുവീതിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയും കണ്ണടക്കുമ്പോൾ തീർത്തും അനാഥനായി പോയൊരു ബാലൻ. പിന്നീട് തനിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നവരൊക്കെയും തന്റെ പിതാമഹൻ, പിതൃ സഹോദരൻ, തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട തന്റെ പ്രിയപത്നി, തനിക്കുണ്ടായ പിഞ്ചു കുഞ്ഞുങ്ങൾ, ബാല്യത്തിലേ കൊഴിഞ്ഞുപോയവർ എല്ലാവരും ഒന്നൊന്നായി വിധിയുടെ വിളിക്കുത്തരം നൽകിപ്പോയപ്പോൾ തീർത്തും ഏകാന്തനായി പോയൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇന്നും പരകോടി വിശ്വാസികളുടെ ഹൃദയ കൊട്ടാരത്തിൽ സുൽത്താനായി വാണുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യപ്രവാചകരുടെ മാസമാണ്. വസന്തത്തിന്റെ റബീഉൽ അവ്വലാണ് കടന്നു വരുന്നത്. നമുക്കല്പം പ്രവാചകരെ പറഞ്ഞിരിക്കാം. ദ 100 എന്നൊരു പുസ്തകമുണ്ട്. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ചരിത്രകാരന്റെ പുസ്തകമാണ്. എ റാങ്കിംഗ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തിത്വങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിന് തലവാചകമായി അദ്ദേഹം കൊടുത്തത് മുഹമ്മദ് എന്നാണ്. എന്തുകൊണ്ടാണ് പ്രവാചകർക്ക് 1-ാം സ്ഥാനം നൽകിയത് എന്ന ചോദ്യത്തിന് ആ പുസ്തകത്തിൽ തന്നെ ഉത്തരമുണ്ട്. സുപ്രീംലി സക്സസ്ഫുൾ എന്നാണ് അദ്ദേഹം പ്രവാചകരെ വിശേഷിപ്പിച്ചത്. പരമോന്നത വിജയി എന്ന് പറയാൻ പ്രവാചകരെ കഴിഞ്ഞിട്ടേ ലോക ചരിത്രത്തിൽ ഒരാളുള്ളൂ എന്നാണ് പ്രവാചകരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ശരിയാണ്. മാനുഷിക ജീവിതത്തിന്റെ ഒരു മേഖലയും പ്രവാചകർ സ്പർശിക്കാതിരുന്നിട്ടില്ല. സാമ്പത്തികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, നിയമനിർമ്മാണമാകട്ടെ, കുടുംബ ബന്ധമാകട്ടെ, അയൽപക്ക ബന്ധമാകട്ടെ, മിണ്ടാപ്രാണികളോടുള്ള സമീപനവും പെരുമാറ്റവും പോലും ഒരു നിയമസംഹിതയായി പഠിപ്പിച്ചു തന്നൊരാൾ പ്രവാചകരല്ലാതെ മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല. നിന്റെ അയൽവാസി വിശന്നു വലയുമ്പോൾ നീ വയറു നിറച്ചു കഴിക്കരുതെന്ന് പറഞ്ഞവർ, ഒരു പൂച്ചക്കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകാവകാശിയായി പോയി എന്ന് പഠിപ്പിച്ചവർ, ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗാവകാശിയായെന്ന് പഠിപ്പിച്ചവർ, ആ സ്നേഹപ്രവാചകരെ നമുക്കല്പം പറഞ്ഞിരിക്കാം.